എത്ര നാളായി കൈക്ക് വയ്യാതെയായിട്ട്? ഇതൊരു 21 ദിവസമായി സാറേ. ബൈക്ക് ആക്സിഡൻ്റ്. മോൻ്റെ ഫോൺ നമ്പർ പറയാവോ? 97 47 93 90 28. കൈയുടെ ഈ ഭാഗത്താണോ? ഈ സൈഡ്. ഇവിടെയാണോ? പൊട്ടലാണ്. ഇവിടെ പൊട്ടല്. അതിനാണോ കൈ ഇങ്ങനെ വെച്ചേക്കുന്നത്? പൊട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ? ഇദ്ദേഹം പറയുന്നത് കേട്ടോ, ഇവിടെയാണ് പൊട്ടൽ. അപ്പോൾ അതങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അവിടെ പ്രാർത്ഥിക്കാം. കൃപാവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് വചനം പറഞ്ഞും അന്യഭാഷ ചൊല്ലിയും വിശ്വാസം ഉള്ളിൽ എഴുത്തു നിന്നും പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടും. പിലാത്ര ചർച്ചിലെ നമ്മുടെ ചർച്ചിലെ ഒരു ആത്മീയനാണ് ഇദ്ദേഹം. കർത്താവേ, നല്ല ദൈവമേ, 2 തോളും ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ നന്ദി, നന്ദി. നിൻ്റെ മകൻ്റെ തോളും കയ്യും എല്ലാം സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവേ നന്ദി. കർത്താവേ ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ നന്ദി, നന്ദി. ദൈവമേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് സുഖപ്പെടുത്തി. ഇതങ്ങോട്ട് അഴിച്ചോ, അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് അഴിച്ചോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ കൃപ എന്താണ്? പാപമോചനം തൻ്റെ തിരുരക്തത്താൽ. രണ്ടാമത്തെ ഏറ്റവും വലിയ മെച്ചം എന്താണ്? രണ്ടാമത്തെ മെച്ചം പരിശുദ്ധാത്മാവിനെ നൽകുക. മൂന്നാമത്തെ ദൈവം തരുന്ന ഏറ്റവും വലുതെന്ത്? മരണാനന്തരം നിത്യത കൊടുക്കുക. നാലാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ത്? വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും എല്ലാം സമാധാനം തരിക. അഞ്ചാമത്തെ ഏറ്റവും വലുതെന്ത്? രോഗശാന്തി തരിക. ഒരണ നയ പൈസ മുടക്കാതെ ദൈവത്തിൽ നിന്നും രോഗശാന്തി പ്രാപിക്കുക. ദൈവത്തിൽ നിന്നും രോഗശാന്തി പ്രാപിക്കുക.